നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് RSS നേതൃത്വവും BJP നേതൃത്വവും പറയുന്നത് ഒന്നാണ്: സമയമായില്ല, സമയമായില്ല, സമയമായില്ല. ഈ സെപ്റ്റംബർ മാസത്തിൽ 75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന സൂചന ആദ്യം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത്തും തൻ്റെ സ്ഥാനം ഒഴിയുമെന്ന സൂചന ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്ഥാനം ഒഴിയുന്നില്ല. മോദി സ്ഥാനം ഒഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും എന്നുള്ള സൂചനയൊക്കെ നേരത്തെ RSS നൽകിയിരുന്നു. കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ RSSന് ഒരു താല്പര്യവുമില്ല. കാരണം അമിത്ഷാ ബിസിനസ്സുകാരനാണ്, കുടുംബമുണ്ട്, അമിത്ഷായുടെ മകനെക്കുറിച്ചുള്ള പല ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരു താല്പര്യവുമില്ല. അവർ കണ്ടുവച്ചത് സാക്ഷാൽ യോഗി ആദിത്യനാഥിനെയാണ്. യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിയെ പോലെ തന്നെ കുടുംബമൊന്നും ഇല്ലാത്തയാളാണ്. അതുകൊണ്ട് മാത്രമല്ല, കൃത്യമായ RSS ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. RSSൻ്റെ ഹിന്ദുത്വ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പലരും കരുതിയിരുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്നും ആ സ്ഥാനത്തേക്ക് യോഗി ആദിത്യനാഥ് വരുമെന്നും യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലായിരിക്കും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നതുമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ സംഘപരിവാർ സംഘടനകളിലെല്ലാം തന്നെ വിപുലമായി നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ RSS തീരുമാനിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയും മോഹൻ ഭഗവത്തും രണ്ടുപേരും സ്ഥാനം ഒഴിയേണ്ടതില്ല. അവർ അതാത് സ്ഥാനങ്ങളിൽ തുടരട്ടെ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ BJPയെ നയിക്കും. കാരണം യോഗി ആദിത്യനാഥിനെ മുന്നിൽ നിർത്തിയാൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ഉറപ്പൊന്നും RSSന് ഇല്ല. മാത്രമല്ല, മോഹൻ ഭഗവത്തിനെ മാറ്റി പുതിയൊരാളെ അധ്യക്ഷനാക്കിയാൽ ആ അധ്യക്ഷന് ഇന്ത്യ മുഴുവനുള്ള സ്വാധീനശക്തി ചെലുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും, അതിന് പക്വതയുള്ള ആളായിരിക്കുമോ എന്നുള്ള ചോദ്യവും RSSനുള്ളിൽ ഉയർന്നു വന്നു. അപ്പോൾ തൽക്കാലം RSS അധ്യക്ഷനായി മോഹൻ ഭഗവത് തുടരട്ടെ എന്നുള്ള നിലപാട് അതിലുള്ളവർ എടുത്തു. അപ്പോൾ BJPയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും തുടരട്ടെ എന്നുള്ള നിലപാട് സ്വാഭാവികമായും ഉയർന്നു വന്നു. അങ്ങനെയാണ് യോഗി ആദിത്യനാഥിനെ മാറ്റി നിർത്തേണ്ടി വന്നത്. അതല്ല എങ്കിൽ 2029 യോഗി ആദിത്യനാഥ് ദേശീയ രാഷ്ട്രീയത്തിൽ എത്തുകയും, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലെത്തുകയും പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് BJPയെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുകയും ചെയ്യുമെന്നാണ് പലരും കരുതിയിരുന്നത്. ഏതായാലും മോദിക്ക് ശേഷം യോഗി എന്നുള്ളൊരു മുദ്രാവാക്യം BJPയിലും സംഘപരിവാറിലും ഉയർന്നു കഴിഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് സംഘപരിവാർ നേതൃത്വം കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ യോഗിക്ക് ശേഷം, അല്ലെങ്കിൽ മോദിക്ക് ശേഷം യോഗി ആയിരിക്കട്ടെ, പക്ഷെ അത് ഇപ്പോൾ വേണ്ട, പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി തന്നെ നയിക്കട്ടെ. കാരണം യോഗിക്ക് ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പോൾ സമയമായിട്ടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണത്രേ സംഘപരിവാറും RSSും നൽകിയത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും, മോഹൻ ഭഗവത് RSS അധ്യക്ഷ സ്ഥാനത്ത് തുടരും, യോഗി UP മുഖ്യമന്ത്രിയായും തുടരും. യോഗിയോട് RSS നേതൃത്വം പറയുന്നു: സമയമായില്ല, സമയമായില്ല, സമയമായില്ല.